ഗൈസ്, അപ്പോൾ ഇന്ന് കോളേജിൽ വന്നപ്പോൾ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. ചപ്പാത്തിയും അതുപോലെ തന്നെ ദോശയും ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ തക്കാളി കറി ആയിരുന്നു കേട്ടോ. ഇന്ന് പൂരി ആയിരുന്നു കേട്ടോ കൊണ്ടുപോയത്. ഞാൻ കോളേജിൽ രാവിലെയും പൂരി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പൂരി കുറച്ചുണ്ടായിരുന്നുള്ളത് കൊണ്ട് ദോശയല്ല ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ രാവിലെ ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് വേണ്ടി സ്പെഷ്യൽ വീണ്ടും ഈവനിങ് ബാക്കിയുള്ള ചപ്പാത്തികൾ കഴിക്കുകയാണ്. അപ്പോൾ ഭക്തിഗാനം കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ചപ്പാത്തിയും പിന്നെ ഒരു ദോശ കേട്ടോ വെറുതെ കഴിച്ച് തക്കാളി കറിയുടെ ഒപ്പം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് കേട്ടോ കോളേജ് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് ഗെയിം കളിച്ചാണ്, സ്പെല്ലിഡ് ഗെയിമൊക്കെ കളിച്ചു. പിന്നെ ബൈ ഈ ഒരു സംഭവം ഞാൻ കുറച്ച് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കുറേ ദിവസമായിട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കുറേ അധികം ഒരു സെറ്റ് പോലെയാണ്. ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ. വാങ്ങിച്ചതാണ്, ഞാൻ ഓൺലൈനിലല്ല വാങ്ങിച്ചത്. ഞാൻ കടയിൽ നിന്ന് വെച്ചാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന്. കുറേ അധികം പിക്ചേഴ്സിൽ വരയ്ക്കാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടാണ്. ഒരു സെറ്റിന് കുറേ അധികം കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ബൈ ഈ ഒരു ഫറോഷൻ്റെ ഞാൻ ഓർഗനൈസറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. കാണാത്തുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. പഴയത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ക്യാമറ മുന്നിൽ വെച്ച് കുറച്ച് ഷോ കാണിക്കുകയാണ്. ക്യാമറ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. പിന്നെ എന്താണ് യൂണിഫോമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നാളേക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ ഞാൻ ഫയലിനുള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. വാട്ട് ഈസ് മൈ ഫയലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫയൽ കേട്ടോ, പഴയ ഫയലാണ്. പിന്നെ സ്കെയിലുണ്ട്, പിന്നെ ടേപ്പ് കാര്യങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് എൻ്റെ ബുക്ക് മാർക്ക് ഉണ്ട്, പിന്നെ A4 ഷീറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ആ ബുക്ക് മാർക്ക് കുറേ ഉണ്ട് കേട്ടോ. അതിൽ പക്ഷേ ഒരെണ്ണം ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട് കേട്ടോ. അതിലൊരു പൗച്ച് വെക്കുന്നുണ്ട്, വലിയ പൗച്ച്. അതിലെൻ്റെ ലൈബ്രറി കാർഡും പിന്നെ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ പശ, പിന്നെ ഗ്ലിറ്റർ പേപ്പർ. ഇതൊന്നും പശ ആവശ്യമുണ്ട്, ഗ്ലിറ്റർ പേപ്പർ അങ്ങനെ ആവശ്യമുണ്ടാവില്ല. പിന്നെ എന്താണ് നമ്മുടെ കത്രികയുണ്ട്, പക്ഷേ കത്രികയുടെ എന്തെടുത്ത് വെച്ചു ആവശ്യമുള്ളപ്പെടുത്താൻ മതി എന്ന് വെച്ചിട്ട്. പിന്നെ ഈ ഒരു പൗച്ച് ഞാൻ കേടുവന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകരം ഞാൻ ഈ ഒരു പൗച്ച് ഇതന്നെ പഴയ പൗച്ചാണ്. അപ്പോൾ ഞാൻ വീണ്ടും അതന്നെ എടുത്തു. അതിനുള്ളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അടയ്ക്കാൻ പറ്റുന്ന കുളത്തിൽ എൻ്റെ എന്താണ് സ്കെച്ച് പെനും പിന്നെ മാർക്കറും കാര്യങ്ങളൊക്കെ വെച്ചു. എന്നിട്ട് അതിനെ അടച്ചു വെച്ചു കേട്ടോ. മറ്റേതിൻ്റെ ഉള്ളിൽ വെച്ചു, കാരണം മറ്റേതിൽ അടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാം കൂടി ഒതുക്കി വെച്ചിട്ട് റെഡിയാക്കി കേട്ടോ. എന്നിട്ട് എൻ്റെ ഫൈനലിൻ്റെ ഉള്ളിൽ വെച്ചു. അത് ആവശ്യം വരും കേട്ടോ. എന്തെങ്കിലുമൊക്കെ അസൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം വെച്ച് ബാഗൊക്കെ സെറ്റാക്കിയിട്ടോ. അതിന് ശേഷം ഞാൻ മുടി ജസ്റ്റ് പോലെ കെട്ടാണ്. ഞാൻ എപ്പോഴും പിന്നി കെട്ടിയിട്ടാണ് കിടക്കാറ് കേട്ടോ. നല്ലത്, നമ്മൾ വെറുതെ അയച്ചിടാൻ പാടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിന്നി കെട്ടാം. വലിയ വേറെ ഹെയർ സ്റ്റൈൽ ഒന്നുമില്ല. രാത്രി എപ്പോഴും കെട്ടും അങ്ങനെ തന്നെയാണ് നല്ലത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ കുഞ്ഞു കമ്മൽ തന്നെ ചേരുന്നുണ്ടോ ജസ്റ്റ് കമൻറ്റ് പറയാം. വീഡിയോസ് സപ്പോർട്ട് സബ്സ്ക്രൈബ് ബൈ.